വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് ഡിപ്ലോമയുടെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം വരാറായിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കഷൻ നടത്താം. അപ്പൊ ആദ്യം തന്നെ പാർട്ട് എ ആണ് നമ്മൾ ഡിസ്കഷൻ നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, റൈറ്റ് ദ മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 2i എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ്, ഇതിനെ ഞാൻ സെഡ് എന്ന് വിളിക്കുകയാണെങ്കിൽ സെഡിന്റെ കോൺജുഗേറ്റ് ആയ സെഡ് ബാർ എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ഐ ബി അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം മാറ്റാം. ഇവിടെ നോക്കിയേ, റിയൽ പാർട്ടിന്റെ ചിഹ്നം മാറിയിട്ടുണ്ടാ? ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ സെഡ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? 2i. ആകെ ഇമാജിനറി പാർട്ട് മാത്രമല്ലേ ഉള്ളൂ. സോ സെഡ് ബാർ എന്ന് പറയുന്നത് അതിന്റെ ചിഹ്നം മാറ്റണം. നിലവിൽ അത് പോസിറ്റീവ് ആണ്. സോ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് -2i ആയിരിക്കും. അടുത്തത്, write the equation of the straight line with a slope 2 and y-intercept -1. എന്തായിരുന്നു y-intercept ഫോം? y is equal to mx plus c. കറക്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ, y equal to m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. അതിവിടെ 2 തന്നിട്ടുണ്ട്, 2x തന്നിട്ടുണ്ട്, പ്ലസ് c ന്റെ വാല്യൂ എത്രയാ? -1 തന്നിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് y is equal to 2x minus 1. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 45 ഡിഗ്രിനെ നമ്മൾ റേഡിയൻ ആക്കണം. എങ്ങനെയാ ഡിഗ്രി മെഷറിനെ റേഡിയൻ ആക്കാം? ആ ആംഗിൾ എത്രയാണോ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു π/180 ചെയ്യണം അല്ലേ. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്തെടുത്താൽ മതി. 45 ഇൻറ്റു എത്ര മൾട്ടിപ്ലൈ ചെയ്താലാ 180 കിട്ടുക? 45 ഇൻറ്റു 4 അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു π/4 റേഡിയൻ മെഷർ. അടുത്തത്, ഇവാലുവേറ്റ് സൈൻ 30 ഡിഗ്രി പ്ലസ് കോസ് 60 ഡിഗ്രി. അപ്പോ നമുക്ക് ആദ്യം ഇതിന്റെ വാല്യൂസ് എഴുതാം. സൈൻ 30 ഡിഗ്രി പ്ലസ് കോസ് 60 ഡിഗ്രി. എന്താ സൈൻ 30? സൈൻ 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെ. അല്ലെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത് വാല്യൂ എഴുതിയാലും മതിട്ടാ. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. പ്ലസ് കോസ് 60 എന്ന് പറയുന്നതും എത്രയാ? 1/2 ആണ്. രണ്ടും ജസ്റ്റ് ആഡ് ചെയ്താൽ എത്ര കിട്ടാൻ പോണേ നമുക്ക്? 2/2 which is equal to 1. സോ നമ്മളുടെ അതിന്റെ ആൻസർ 1 ആണ്. ഇത് നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ അല്ലേ. എന്താ ചോദിച്ചിരിക്കുന്നത്? സൈൻ ഓഫ് എ പ്ലസ് ബി ആണ് ചോദിച്ചേക്കണം അല്ലെ. ഡയറക്റ്റ് ഇക്വേഷൻ ആക്കാണ്ട് പഠിക്കേണ്ട കാര്യമുള്ളൂ കേട്ടാ. സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഡയറക്റ്റ് ഇക്വേഷൻ ആണ് കേട്ടാ. അടുത്തത്, ഫൈൻഡ് ദ ലിമിറ്റ്. എന്താ ചോദിച്ചിരിക്കണേ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 5x minus 1. ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്റർ 1 അല്ലേ കിടക്കണേ. അതായത് ഒന്നുമില്ല, ഇതിന് നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് ഡിനോമിനേറ്റർ 0 ആകുന്നില്ല അല്ലെ. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. 5 ഇൻറ്റു 2 മൈനസ് 1. അത് എത്രയാ? 5 ഇൻറ്റു 2 10. 10 1 പോയി കഴിഞ്ഞാൽ 9. സോ 9 is the answer. അടുത്തത്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x raised to 5 plus 5 എന്ന് പറഞ്ഞാൽ d/dx ഓഫ് x raised to 5 plus 5 ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. x raised to 5ന്റെ ഡെറിവേറ്റീവ് എന്താ? അല്ലെങ്കിൽ x raised to n-ന്റെ ഡെറിവേറ്റീവ് എന്താ? n into x raised to n minus 1. അപ്പൊ ഇവിടെ വരുമ്പോ 5 into x raised to 5 minus 1 വരും. പിന്നെ 5ന്റെ ഡെറിവേറ്റീവ് എന്താ? ഈ 5ന്റെ അതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ ഇത് ഭംഗിയാക്കി എഴുതാ. 5 x raised to 4 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് dy/dx ആണ് അല്ലെ. നമ്മുടെ ഫംഗ്ഷൻ എന്താ? x² പ്ലസ് y² ഈക്വൽ ടു 5 തന്നിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ x²ന്റെ 2x ഇൻറ്റു dx/dx. അതൊരു ഓർഡറിനെ നമ്മൾ എഴുതണമെന്നുള്ളൂ കേട്ടോ. കാരണം dy/dx എഴുതാൻ മറക്കരുത്. അപ്പൊ അതുകൊണ്ടാണ് x²ന്റെ എഴുതാ, dx/dx എഴുതാ. അതേപോലെ y²ന്റെ ഡെറിവേറ്റീവ് 2y എഴുതാ. പിന്നെ അതേപോലെ dy/dx എഴുതാ. ഇനി ഈക്വൽ ടു 5ന്റെ ഡെറിവേറ്റീവ് എന്തെന്നാ? 0 ആണ് അല്ലെ. അപ്പൊ ഇത് നമുക്ക് 2x പ്ലസ് 2y ഇൻറ്റു dy/dx ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ദെൻ 2y ഇൻറ്റു dy/dx ഈക്വൽ ടു -2x എന്ന് കിട്ടുന്നു. ആൻഡ് dy/dx ഈസ് ഈക്വൽ ടു -2x ഡിവൈഡഡ് ബൈ 2y. 2 ക്യാൻസൽ ചെയ്യി, -x/y. അത് നമുക്ക് കിട്ടി അല്ലെ. ഇതാണ് നമ്മളുടെ 8th ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്തത് ലാസ്റ്റ് വൺ ആണ്. ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്. അപ്പൊ നമ്മൾ എക്സിന്റെ ആദ്യത്തെ ഡെറിവേറ്റീവ് എന്താ കിട്ടാൻ പോണേ? d/dx ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? 1 ആണ് അല്ലെ.
ഇനി നമ്മൾ അടുത്തത് അഗെയിൻ ആ 1നെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക 1 ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 ആൻസർ ആവുന്നു. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇതാണ് നമ്മളുടെ പാർട്ട് എ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.